ചാനൽ തുടങ്ങി ഒരു മാസം 10 ദിവസം പിന്നിട്ടപ്പോൾ 14,000 പേരാണ് നമ്മുടെ വീഡിയോ കണ്ടത്. ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. കാലത്തിനനുസരിച്ച് മാറുക എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അത് ഏത് വിഷയത്തിലായാലും ശരി, പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ മേഖലയിൽ. വാഹനപ്പെരുപ്പവും ജനസാന്ദ്രതയും അതുപോലെ തന്നെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്കാരവും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ഓരോ കെട്ടിട നിർമ്മാണവും. ഇത്തരത്തിൽ നിർമ്മിച്ച ഒരു കെട്ടിടം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാനദണ്ഡങ്ങൾക്കുപരി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഈ കെട്ടിടം പണിതീർത്തിരിക്കുന്നത്. ഇപ്പോൾ കെട്ടിടങ്ങൾ പണിയുമ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ. അതിവിശാലമായ കാർ പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള ഈ കെട്ടിടത്തിൻ്റെ മുൻഭാഗം ഒരു സമ്മേളന നഗരിക്കുള്ള സ്ഥലം തന്നെ ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരു സമ്മേളനത്തിനുള്ള ആളുകളും അതുപോലെ തന്നെ വാഹനങ്ങളും എത്തുന്നത് കാണാൻ കഴിയും. മുൻകാലങ്ങളിൽ ഇത്തരം നിബന്ധനകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് പല കടകളും ഇന്ന് റോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കെട്ടിടം നിർമ്മിച്ചതിൻ്റെ കുഴപ്പമല്ല, വാഹനപ്പെരുപ്പവും റോഡിൻ്റെ വികസനവുമാണ് പ്രധാനമായിട്ട് കാരണം. ഇന്ന് കേരളത്തിൽ ഒരു വീട്ടിൽ ഒന്നിലധികം വാഹനങ്ങൾ ഇല്ലാത്ത വീട് അപൂർവമാണ്. ആ വാഹനങ്ങളെല്ലാം നിരത്തിലിറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള റോഡ് വികസനം ആവശ്യമാണ്. മലയാളികളുടെ ശീലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചായ കുടിക്കണമെങ്കിലും കാറെടുത്ത് പുറത്തു പോകുന്ന ഒരു ശീലത്തിലാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് സൗകര്യവും വളരെ അനിവാര്യമാണ്. ഈ കെട്ടിടത്തോട് ചേർന്ന് തന്നെ അതിമനോഹരമായ ഒരു ചായക്കട ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചേക്കാമെന്ന് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. 3 ഭാഗവും തുറന്നു വെച്ചിരിക്കുന്ന ഒരു ചെറിയ ക്യാബിൻ. വളരെ ഹൈജീനിക് ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തിട്ടുള്ള തട്ടുകൾ, അതെല്ലാം തന്നെ എല്ലാ സമയവും കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. മലയാളികളല്ലെങ്കിലും എല്ലാവരും നല്ലപോലെ മലയാളം സംസാരിക്കുന്നുണ്ട്. ചോദിച്ചറിഞ്ഞപ്പോൾ കട ഒരു മലയാളിയുടേതാണെന്ന് മനസ്സിലായി. ധാരാളം ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇവരിൽ നല്ലൊരു ശതമാനം പേരും മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒരു സമ്മേളനത്തിനുള്ള ആളുകൾ തന്നെ ഇവിടെ കാണാറുണ്ട്. കേരളത്തിലെ ചെറുകിട വ്യാപാരങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെയുള്ള കച്ചവടക്കാർ തൃപ്തരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാലത്തിനനുസരിച്ച് കോലം കെട്ടുക, അതാണ് വിജയസാധ്യത.